കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. സൈന്യമഹത്വത്താൽ വീരൻ രക്ഷപ്പെടാതിരിക്കുമ്പോൾ, ബലാധിക്യം കൊണ്ട് രക്ഷപ്പെടാതിരിക്കുമ്പോൾ, ജയത്തിന് കുതിരവർത്തമാകുമ്പോൾ നമ്മുടെ കൂടെയുള്ള സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാണ്. ഏത് പ്രതിസന്ധി വന്നാലും ഇപ്പൊ തീരുമെന്ന് ചിന്തിച്ചാലും ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുമ്പോഴാണ് കണ്ണു തുറന്നു നോക്കൂ, ദൈവത്തിന്റെ വലിയ തേജസ്സാണ്. എലീശയുടെ ബാല്യക്കാരൻ ചോദിച്ചു, യജമാനെ ഇനി നമ്മൾ എന്ത് ചെയ്യും? അരാം സൈന്യം ചുറ്റി വളഞ്ഞു നിൽക്കുകയാണ്. പുറത്തു വരാൻ പറ്റത്തില്ല, തകർന്ന് തരിപ്പണമാകും, ഇവിടം കൊണ്ട് തീരും, എന്ത് ചെയ്യും? അവിടെയാണ് എലീശ പറഞ്ഞു, നീ ഒന്ന് നോക്ക, മുമ്പേ കണ്ടതല്ല നീ കാണുന്നത്, നേരത്തെ കണ്ടതല്ല നീ കാണുന്നത്, നേരത്തെ ഭയപ്പെട്ട വിഷയമല്ല നീ കാണുന്നത്. സ്വർഗം തുറന്ന് അഗ്നിമയ വശമായ രഥം ഇതാ ഇറങ്ങി നിൽക്കുകയാണ്. നേരത്തെ നീ കണ്ട അരാം ശക്തികളെയാണ്, പിടിക്കാവുന്നതാണ്, ഇല്ലാതാക്കാവുന്നതാണ്, അസ്തമിപ്പിക്കാവുന്നതാണ്, ഇവിടം കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞ് നിലനിൽപ്പിനെ അപകടത്തിലാക്കിയതാണ് നീ കണ്ടത്. പക്ഷെ ഇനി നീ കാണുന്ന അതല്ല. നിനക്ക് വേണ്ടി സ്വർഗം തുറന്നിറങ്ങി വന്ന നിന്നെ സ്ഥൈര്യപ്പെടുത്തുന്ന ചില ശക്തമായ വിടുതലിന്റെ പാന്താവുകളാണ് കാണാൻ പോകുന്നത്. വിശ്വസിക്കാമോ? ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്ന, ഇനി എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് ചിന്തിക്കുന്ന, സാധ്യതകൾ അടഞ്ഞു എന്ന്, പ്രത്യാശയ്ക്ക് ഭംഗം വന്നു എന്ന് ചിന്തിക്കുന്ന വിഷയത്തിന്റെ മേൽ ഇറങ്ങി വന്നു വീര്യം പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. യേശുവിന്റെ ദൈവം, അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവം, മറന്നുകളയാത്ത ദൈവം, തള്ളിക്കളയാത്ത ദൈവം. നിർണായക ഘട്ടത്തിൽ പത്രോസിന് വേണ്ടി കാരാഗ്രഹത്തിലേക്ക് ദൂതനെ ഇറക്കി വിട്ട ദൈവം, ആർക്കും ഇറങ്ങി വരാൻ പറ്റാത്ത ഇടത്ത് നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് നിന്നെ എഴുന്നേൽപ്പിച്ച് പുറത്തു കൊണ്ടുവന്ന് സാക്ഷ്യം പറയിപ്പിച്ച് ദേശത്ത് നിന്നെ അടയാളമാക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പതറരുത്, കുലുങ്ങിപ്പോകരുത്, സംശയിക്കരുത്, അവിശ്വസിക്കരുത്, ധൈര്യം ചോർന്നു പോകരുത്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തുവിനെ മാത്രം ശ്രദ്ധിച്ചു നോക്കണം. യേശുവിനെ മാത്രമേ നോക്കാവൂ. മാനുഷിക ശബ്ദങ്ങൾ, മാനുഷിക വാക്കുകൾ നമ്മുടെ ധൈര്യത്തെ ചോർത്തും, ബലത്തെ നഷ്ടപ്പെടുത്തും. എന്നാൽ ദൈവശബ്ദം നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് മനുഷ്യ ശബ്ദമാണ്. അത് കേട്ട ദൈവശബ്ദത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ദൈവശബ്ദം നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ദൈവശബ്ദം ഉൾക്കൊള്ളാൻ പറ്റാതെ ഭാരപ്പെടുമ്പോഴും ഇന്ന് പ്രഭാതത്തിൽ ദൈവാത്മാവിന് നിങ്ങളോട് വ്യക്തമായി പറയാനുള്ളത്, ദൈവശബ്ദം കേൾക്കണം. മനുഷ്യ ശബ്ദങ്ങൾ അത് താഴെ വരട്ടെ, ദൈവശബ്ദം ഉയർന്നു നിൽക്കട്ടെ. ഞാൻ പ്രവർത്തിക്കുമെന്ന് പറയുന്ന, എനിക്ക് കഴിയുമെന്ന് പറയുന്ന, ഞാൻ സകല ജഡത്തിന്റെ ദൈവമായ യഹോവ എന്ന് പറയുന്ന, എന്റെ കൈ നീട്ടിയിരിക്കുന്നുവെന്ന് പറയുന്ന, വീര്യം പ്രവർത്തിക്കുന്ന എന്റെ ഭുജമുണ്ടെന്ന് പറയുന്ന, അടഞ്ഞതിനെ തുറക്കാൻ എനിക്ക് കഴിയുമെന്ന് പറഞ്ഞ, ഞാൻ തുറന്നാൽ അതിനെ അടയ്ക്കാൻ ആർക്കും പറ്റത്തില്ലെന്ന് പറയുന്ന, സൗഖ്യമാക്കുമെന്ന് പറയുന്ന, ശക്തീകരിക്കുമെന്ന് പറയുന്ന, താങ്ങുമെന്ന് പറയുന്ന, യെസ് വീര്യമുള്ള ഭുജം യെസ് ഉണ്ടെന്ന് പറഞ്ഞ ആ ശബ്ദം ഇന്ന് പകൽ കേൾക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, നസറനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ആത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി അസാധ്യങ്ങൾ ഇന്ന് പകൽ സാധ്യമാകുക. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്തോളൂ. ദൈവശക്തി ഇറങ്ങുകയാ. നിങ്ങളുടെ നിരാശകൾ ഇന്ന് പകൽ തമ്പുരാൻ എടുത്തു മാറ്റുക. എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കണ്ട. ഒരുവൻ ഇറങ്ങി വന്നിട്ട് പറയും, ഞാൻ ചെയ്യാൻ തയ്യാറാ. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഇടത്ത്, പരാജയപ്പെടുന്ന ഇടത്ത്,
ചലിക്കത്തില്ലെന്ന് പിശാച് അവകാശം പറയുന്ന പ്രത്യേക നിമിഷങ്ങളിൽ കർത്താവ് പറയുന്നു, ഞാൻ ചെയ്യേണ്ടതുപോലെ സമയത്ത് ചെയ്യും. അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് എന്റെ ജനത്തെ പുറത്തു കൊണ്ടുവരാൻ ഉറപ്പിക്കാൻ കഴിവുള്ള ദൈവമെന്ന് അവിടുത്തെ ആത്മാവിന്റെ പകൽ ചില വ്യക്തികളെ നോക്കി സ്നേഹം അറിയിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജയം പ്രഖ്യാപിക്കുന്നു. ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 23:21 വളരെ സുപരിതമാണ്. യാക്കോബിൽ തിന്മ കാണുവാനില്ല, ഇസ്രയേൽ കഷ്ടത ദർശിപ്പാനില്ല. അവന്റെ ദൈവമായ യഹോവ അവനോട് കൂടെയിരിക്കുന്നു, രാജകോലാഹലം അവരുടെ മധ്യമുണ്ട്. ബിലെയാം തന്റെ ജനത്തിനെതിരെ പ്രവചിക്കാൻ വന്നപ്പോൾ ആ പ്രവചനത്തെ തമ്പുരാൻ മാറ്റുകയാണ്. എന്നിട്ട് കുലി കൊടുത്ത് വിളിച്ചുകൊണ്ട് വന്ന ബാലാക്കിനോട് പറയുകയാണ്, നീ ഇത് കേൾക്ക. പ്രിയരെ, യഹോവ പ്രാകാത്തവനെ, യഹോവ ശപിക്കാത്തവനെ ഒരു വ്യക്തിക്കും ശപിക്കാൻ പറ്റില്ല കേട്ടോ. ചില ശാപങ്ങളും ശപഥങ്ങളും കണ്ട് ആരും ഭയപ്പെടരുത്, അത് ഫലിക്കത്തില്ല. കാരണം ദൈവം ശപിച്ചെങ്കിലേ, ദൈവം പ്രാഗിയെങ്കിലേ നമ്മൾ ഭാരപ്പെട്ടാൽ മതി. യഹോവ പ്രാകാത്തവനെ ആർ പ്രാകും, യഹോവ ശപിക്കാത്തവനെ ആർ ശപിക്കും. അവിടെ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അടുത്ത ഭാഗം നിങ്ങൾ നോക്കൂ. എന്നിട്ട് ബിലെയാം തന്റെ ജനത്തെ അനുഗ്രഹിക്കുന്ന ഭാഗം. യാക്കോബിൽ 1 കാണാനില്ല, 2 ദർശിപ്പാനില്ല. യാക്കോബിൽ തിന്മ കാണാനില്ല. തിന്മയുടെ സകല ശക്തികളും യാക്കോബിന്റെ ഇടയിൽ നിന്ന് തമ്പുരാൻ എടുത്ത് മാറ്റുകയാണ്. അതിനി കാണത്തില്ല. നീ നോക്കുമ്പോൾ ഇന്നലെ വരെ നിന്നെ വേദനിപ്പിച്ച, ഭ്രമിപ്പിച്ച, ധൈര്യത്തെ കെടുത്തിയ, മൈൻഡിനെ തകർത്ത ശക്തികൾ എന്തുമാകട്ടെ, അതിനി കാണത്തില്ല. നീ സൂക്ഷിച്ചു നോക്കും, അതവിടെ ഇല്ല. പരിശുദ്ധാത്മാവ് ചിലതിനെ പറിച്ചു മാറ്റുകയാണ്. ചില വെല്ലുവിളികളെ, സങ്കീർണമായ ചില വിഷയങ്ങളെ ഇന്ന് പകൽ അവിടുത്തെ ആത്മാവ് എടുത്തു മാറ്റുന്നു. അതിനെ കാണാനില്ല. നാളുകൾ തുടർന്നു വരുന്ന ചില തിന്മയുടെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുക. അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. യാക്കോബിൽ തിന്മ കാണുവാനില്ല. അടുത്ത ഇസ്രയേലിൽ കഷ്ടത ദർശിപ്പാനില്ല. കാരണം ദൈവം ഇറങ്ങി വന്നു. ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, മിസ്രയീമിലായിരുന്ന എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, നിലവിളി ഞാൻ കേട്ടു, സങ്കടം അറിഞ്ഞു. ദൈവം പറഞ്ഞു, ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ദൈവം ഇറങ്ങി വന്നാൽ ആ കഷ്ടത ഞാൻ എടുത്തു മാറ്റി. തോളിന് ചുമട് നീങ്ങി, കൈകൾ കൊട്ട വിട്ടൊഴിഞ്ഞു. അവർ സ്വതന്ത്രരായി. അടിമനുഖത്തെ പൊട്ടിച്ച് ദൈവം അവരെ പുറത്തു കൊണ്ടുവന്നു. സ്വാതന്ത്ര്യം വരുത്തി. അവർക്ക് ആരാധന കൊടുത്തു. ആത്മശക്തിയിലേക്ക് അവർ വന്നു. ദൈവത്തിങ്കിലേക്ക് അവർ വന്നു. ദൈവ സാന്നിധ്യം അനുഭവിച്ചു. ദൈവം അവർക്ക് മുമ്പായി പുറപ്പെട്ടു. വഴി കാണിക്കുന്ന ദൈവം, മധ്യ ഇറങ്ങി വന്ന ദൈവം നമുക്കറിയാമല്ലോ. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ മിനിറ്റ് വരെ നീ അനുഭവിച്ച വേദനകളും സങ്കടങ്ങളും ഇനി ദർശിക്കാനില്ല. തൂകിപ്പോയ വെള്ളം പോലെ ആ കഷ്ടത നീ മറക്കാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പോകുന്നു. എന്തുകൊണ്ടാണ് തിന്മ അവിടെ ഇല്ലാത്തത്, കഷ്ടത ദർശിക്കാനില്ലാത്തത്? അടുത്ത ഭാഗം ഒന്ന് ശ്രദ്ധിച്ച്. അവന്റെ ദൈവമായ യഹോവ അവനോട് കൂടെ ഇരിക്കുന്നു. പ്രിയരെ, ഈ ഒറ്റ വാക്യത്തിൽ കയറി പിടിച്ചോ. ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തോട്, നിങ്ങളുടെ തലമുറകളോട്, ദൈവസഭയോട്, അഭിഷക്തന്മാരെ, നിങ്ങളോട് കൂടെ ദൈവം ഇരിക്കുന്നു എങ്കിൽ ഒരു ദുഷ്ടശക്തിക്കും നിങ്ങളെ തൊടാൻ, തിന്മ വരുത്താൻ, കഷ്ടതയിലാക്കാൻ, തകർച്ചയിലാക്കാൻ കഴിയില്ല. നിന്റെ ദൈവമായ യഹോവ
നിന്റെ കൂടെ ഇരിക്കുന്നു. സർവശക്തനായ ദൈവം കൂടെയിരിക്കുന്നു. അഖിലാണ്ടത്തിന്റെ ഉടയവൻ കൂടെയിരിക്കുന്നു. സൃഷ്ടിച്ചവൻ കൂടെയിരിക്കുന്നു. ശക്തീകരിക്കുന്നവൻ നിന്റെ കൂടെയുണ്ട്. പണിയുന്നവൻ നിന്റെ കൂടെയുണ്ട്. ഇറങ്ങി വരുന്നവൻ നിന്റെ കൂടെയുണ്ട്. ഉദ്ധാരണങ്ങളുടെ ദൈവം നിന്റെ കൂടെയുണ്ട്. സൗഖ്യമാക്കുന്നവൻ നിന്റെ കൂടെ ഇരിക്കുന്നു. ബലം കൽപ്പിക്കുന്നവൻ നിന്റെ കൂടെ ഇരിക്കുന്നു. ധൈര്യപ്പെടാമോ? ലോകത്തിലെ ഒരു പ്രസിഡന്റ് അല്ല നമ്മുടെ കൂടെ. വലിയ രാജ്യത്തിന്റെ പ്രസിഡന്റ് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ പറയത്തില്ലേ, ഞാൻ ഇന്ന ആളുടെ ആളാ. ഇത് പറയുന്നത് തമ്പുരാനാണ്. അനാദിയായുള്ളവൻ, ശാശ്വതവാസി, വാക്ക് പറഞ്ഞാൽ മാറാത്തവൻ, വ്യാജം പറയാത്തവൻ, ഉവ്വ എന്ന് പറയുന്നവൻ, ഇറങ്ങി വന്നവൻ, ഇപ്പോഴും വരുന്നവൻ, പ്രവർത്തിക്കുന്നവൻ, കുറുകിപ്പോകാത്ത കരമുള്ളവൻ, മന്ദമാകാത്ത ചെവിയുള്ളവൻ, അഗ്നിജാലക്കത്തെ കണ്ണുള്ളവൻ, വെള്ളോടിന് സദൃശ്യമായ പാദമുള്ളവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവൻ, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ, പുസ്തകത്തിന്റെ 7 മുദ്രയെ പൊട്ടിക്കാൻ ജയം പ്രാപിച്ചവൻ നമ്മുടെ കൂടെ ഇറങ്ങി വന്നിട്ടുണ്ട്. കൂടെ ഇരിക്കുന്നു. അവിടെ നമ്മുടെ അകത്തുണ്ട്. മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു നമ്മുടെ അകത്ത്. അങ്ങനെയെങ്കിൽ പറ, ഇനി ഒരു ശക്തിക്ക് ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റും, ക്ഷീണിപ്പിക്കാൻ പറ്റില്ല. ദൈവശക്തി ഞങ്ങളുടെ അകത്തുണ്ട്. യേശുവിന്റെ നാമത്തിൽ സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വചനത്തിന്റെ ശക്തി ജനത്തിന്റെ മേൽ വ്യാപരിക്കുന്നതിന് സ്തോത്രം. തിരുമഹത്വം ഇറങ്ങിയിരിക്കാൻ സ്തോത്രം. അസാധ്യങ്ങൾ സാധ്യമായിരിക്കാൻ സ്തോത്രം. കർത്താവ് ഞങ്ങളുടെ മധ്യമുണ്ട്. രാജകോലാഹലം, രാജാവ് വരുമ്പോൾ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു. ആർപ്പോടെ അങ്ങേ സ്തുതിക്കുന്നു. കോലാഹല ഹേതുവായി ചില ശക്തികൾ ഓടുന്നല്ലോ. അവിടുന്ന് എഴുന്നേൽക്കുമ്പോൾ ചിലത് ചിതറിപ്പോകുന്നല്ലോ. ചിതറിക്കേണ്ടതിന് ചിതറിച്ച്, ഒരു വഴിയായി വന്നതിന് 7 വഴിയായി ചിതറിച്ച്, തെനിച്ച പോലെ ചുറ്റി വളഞ്ഞതിനെ മുൾത്തി പോലെ കെടുത്തുന്ന അങ്ങയുടെ സാന്നിധ്യത്തിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ മധ്യ ഇരിക്കുന്നതിന് സ്തോത്രം. അവിടെ ഞങ്ങളുടെ മധ്യമുണ്ട്. ഞങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല. പിതാവി വചനത്തിന്റെ ശക്തിയാൽ ഇന്ന് പകൽ ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു. വലിയ വിടുതലുകൾക്ക് സ്തോത്രം. ദൈവപ്രവൃത്തിക്ക് സ്തോത്രം. സാധ്യങ്ങളെ സാധ്യമാക്കിയ സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകൂ. ദൈവസാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. കഷ്ടത, സങ്കടം, ഇതൊന്നും നമ്മളെ തോൽപ്പിക്കില്ല. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാണ്. ഈ വചനങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ.